നൂറുകണക്കിന് അന്യ സ്ത്രീകളോട് മണിക്കൂറുകൾ തോറും ചൊല്ലി സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നവര്, എത്രയോ ഇബാദത്തുകളെ പാഴാക്കിയവര്, അള്ളാന്റെ ഖുർആൻ വീട്ടിന്റെ അകത്ത് അടുക്കി വെച്ചിരിക്കുന്നവര്, ഓരാ നേരമില്ലാത്തവര്, നിസ്കരിക്കാൻ സമയമില്ലാത്തവര്, എന്റെയും നിങ്ങളുടെ റൂഹ് എവിടെ കിടന്നാണ് പോകുന്നത് പ്രിയപ്പെട്ടവര്? മക്കയിൽ കിടന്ന് റൂഹ് പിരിയാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? മദീനയുടെ മുറ്റത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? എത്രയോ സഹോദരങ്ങൾ ബാത്റൂമിനകത്ത് മരിച്ചു വീഴുന്നു, എത്രയോ സഹോദരങ്ങൾ ബിവറേജ് ഷാപ്പിനകത്ത് അടി നടക്കുമ്പോ ഏവരെങ്കിലും വന്ന് പിടിവാളുകൊണ്ട് വെട്ടിയെറിഞ്ഞുകൊണ്ട് ബിവറേജിന്റെ കത്തളത്ത് മരിച്ചു വീഴുന്നു. എത്രയോ സഹോദരങ്ങൾ ആരും അറിയാതെ അപകടത്തിൽപ്പെട്ട് കുഴിയിലേക്ക് വീണ് പിടഞ്ഞ് ആ കുഴിക്കകത്ത് കിടന്ന് രക്തം വാർന്ന് വേദന തിന്ന് മരിക്കുന്നു. ആരും അറിയാതെ അവിടെ കിടന്ന് പുഴുപ്പിറക്കുന്നു. ബന്ധുക്കള് സഹോദരനെ തിരക്കി ഓടുന്നു. അങ്ങനെ എത്ര മരണങ്ങളാ! റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുന്നവര്, അപകടത്തിലൂടെ കത്തിക്കരിഞ്ഞു പോകുന്നവര്, വിദേശ രാജ്യത്തെ ഫ്ലൈറ്റ് അപകടത്തിലൂടെ ഭസ്മധൂളിയായി പോകുന്നവര്. എങ്ങനെയാണ് ഈ രാത്രിയിൽ വന്ന ഞാനും നിങ്ങളും മരിക്കുന്നതെന്ന് റബ്ബിന് മാത്രമാണ് അറിയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്. അല്ലാഹുവേ, ഞങ്ങളുടെ മരണത്തിലും മരണത്തിന് ശേഷമുള്ളതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്നുള്ളൊരു ദുആ ചെയ്യാൻ മറക്കല്ലേ, ദുആ ചെയ്യാൻ മറക്കല്ലേ. അതുകൊണ്ട് തുടങ്ങിക്കോ നിസ്കാരം. വലിച്ചെറിഞ്ഞോ കള്ളുകുപ്പികള്, ദോഷക്കാരായ കൂട്ടുകാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞോ. ഇതുകൂടി ശ്രമിച്ചില്ല എങ്കിലോ, ഇത് നിന്റെ മനസ്സിന്റെ അകത്തൊരു പരിവർത്തനം വരുത്തിയില്ലെങ്കിലോ പരാജയം ഉറപ്പാട് പ്രിയപ്പെട്ടവര്. ഇനി എന്നാണ് എനിക്കിവിടെ നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇനി പണവങ്കോട് പള്ളിയിൽ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, ഈ സാധുവായ നൗസാദുവാ കവിക്ക് വരാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഇൽമിന്റെ വേദിയിലെ പ്രാർത്ഥന നിനക്കുള്ളതാ. കരുനാഗപ്പള്ളിയിൽ ഭാഗത്ത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ പോയാലും അതിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അവന്റെ കൂട്ടുകാർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, നിങ്ങളുടെ വാത് കേൾക്കാൻ മുമ്പ് വന്നിരിക്കുന്നവരാ. 100 സ്റ്റേജ് കഴിഞ്ഞവാണ് അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ. 100 സ്റ്റേജ് തികച്ചവനാണവൻ. ഉസ്താദേ, ആ സഹോദരനാണ് മരണപ്പെട്ടു പോയത്. എന്റെ അഭിപ്രായത്തിൽ അവൻ ഭാഗ്യമുള്ളവനാണ്. നൗസാദ് ബാക്കവിക്ക് അല്ലാഹു ആയുസ് തന്നിരിക്കുന്നിടത്തോളം കാലം എവിടെയൊക്കെ വാതിന് പോകുന്നുവോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പടവങ്കോട്ടത്തെ ജനങ്ങളെ ല്ലേ കണ്ടിട്ടുള്ളത്. നാളെ ആറാട്ടുപുഴ പാനൂര് നിങ്ങൾക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ വന്നോ, ഞാൻ കാണിച്ചു തരാ. അല്ലാഹുവിന്റെ ചുണക്കുട്ടന്മാരെ കാണിച്ചു തരോ. എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കുളിപ്പിക്കാൻ സമയമാകുമ്പോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് പാത്രത്തിൽ നിന്ന് വെള്ളം കോരി പുറത്തൊഴിക്കുമ്പോ നമ്മുടെ മയ്യത്ത് പറയുന്നതെന്തോ, നമ്മുടെ റൂഹ് പറയുന്നതെന്തോ, പതുക്കെ ഒഴിക്കണേ, മുഹ്തരിക്കും കരിഞ്ഞുപോയി, എന്റെ ശരീരം കരിഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോ വേദനിക്കും, അതുകൊണ്ട് പതുക്കെ ഒഴിക്കണേ എന്ന് പറയുമ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു മോളുണ്ടോ? എന്റെ പടവങ്കോട്ടത്തെ ഉമ്മ, നിനക്ക് നിന്റെ മോൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് നെറ്റിന്റെ കണക്ഷൻ എടുത്തു കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് ഡബിൾ ക്യാമറയുള്ള മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് നെറ്റിന്റെ ചുരിദാർ വാങ്ങിക്കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് റൂം കൊടുത്തില്ലേ? നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് ഹോം തിയേറ്റർ കൊടുത്തില്ലേ? നിന്റെ മോള് പറഞ്ഞ മോഡൽ വീട് വെച്ചു കൊടുത്തില്ലേ? നിന്റെ മോളെ താളപ്പിനൊത്തു തുള്ളിയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ മരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം നിന്റെ പിറപ്പൊഴിച്ചിട്ട് അല്ലാഹുമ്മ ഗഫിർലി ഉമ്മീ എന്ന് പറയുന്ന ഒരു മോള് നിനക്കുണ്ടോ? എന്റെ പടവങ്കോട്ടത്തെ പെങ്ങള്, സീരിയൽ കണ്ട് ആഹ്ലാദിക്കുന്ന ഉമ്മ, ഒരു നയാ പൈസയുടെ ഉപയോഗം ഇന്ന് വരെ നീ കണ്ട സീരിയൽ നിനക്ക് തന്നിട്ടുണ്ടോ? എത്ര സീരിയൽ കണ്ടവളാ നീ? സീരിയലിന്റെ കണ്ണീര് കണ്ട് കരയുന്ന പെണ്ണ്, നിന്റെ കണ്ണീര് പോലും നാളെ നരകത്തിലെത്തിക്കാൻ കാരണമാണ്. കുളിപ്പിക്കാനുണ്ടോ? ആരുണ്ട് മോളെ നിന്നെ കുളിപ്പിക്കാൻ?
പ്രിയപ്പെട്ടവരെ, കുളിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. വെള്ളം അവിടെ കോരിയൊടിച്ച് അവിടെ സോപ്പ് തേച്ച് ഇവിടെ സോപ്പ് തേച്ച് വാരി വലിച്ചൊട്ടിച്ചെടുത്ത് പൊതിഞ്ഞുകൊണ്ട് വെക്കുമ്പോ നീ ചെയ്തു പോയതിന് പകരം അത് തന്നെയാണ് നിന്റെ തിക്തഫലം. എത്രയോ മരണ വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയവൻ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, നമ്മൾ ഒരാൾ പോലും മയ്യത്ത് പരിപാലനം അറിയാത്തവരായി മാറാൻ പാടില്ല. മയ്യത്ത് പരിപാലനം നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമളാനിന്റെ 30 ദിവസവും ഞാൻ അട്ടക്കുളങ്ങരയിൽ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു സമയം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മയ്യത്ത് പരിപാലനം എന്ന ക്ലാസ് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം എടുക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ ഉമ്മാടെ മയ്യത്ത്, നമ്മുടെ വാപ്പാടെ മയ്യത്ത് മക്കളായ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. നമ്മൾ പഠിച്ചിട്ടത് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ പെറ്റു വളർത്തി, പോറ്റ് വളർത്തി, ചാപ്പാട് കൊടുത്ത്, ജീവിതം കൊടുത്ത് സന്തോഷിപ്പിച്ച മക്കള് നിനക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വളർത്തിയത്? മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. വിശദീകരിക്കാനുള്ള സമയമില്ല എനിക്ക്, ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. രണ്ടാമത്തത് വെള്ളമൊഴിപ്പിക്കുമ്പോഴാണെങ്കിൽ, മൂന്നാമത്തത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്തെല്ലാം ചെയ്യണം കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നിയമങ്ങളും നിബന്ധനകളും ഒക്കെ അറിയണ്ടേ? കാര്യങ്ങൾ ചെയ്യണം. നല്ലതുപോലെ അഴുക്കളക്കുന്നതോടൊപ്പം മുറിവുകളൊക്കെ വൃത്തിയായിട്ട് മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ട് അഴുക്കെടുത്തുകൊണ്ട് വൃത്തിയാക്കി ശുചീകരിക്കണം. രക്തവും പഴുപ്പും ചെലവുമെല്ലാം മാറ്റിവെക്കണം. കിടന്ന കിടപ്പിൽ കിടന്ന് മരിക്കുന്ന എത്രയോ ഉപ്പമാര് തന്റെ മുതുകും ശരീരവും ഒക്കെ അടർന്നുപോയി. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെയും കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ കൊണ്ട്, അല്ലാഹുവേ, വളർന്നതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് മലമൂത്ര വിസർജനത്തിന്റെ ശുചീകരണം നടത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. പലിശക്കാരന്റെ രക്തം പുരണ്ട പൈസ കൊണ്ട് നിനക്ക് കഫൻ തുണി വാങ്ങാൻ നിന്റെ പൊന്നുമോൻ ഓടുന്നത് കണ്ടോ? അലായ പൈസ കൊണ്ട് എന്റെ വാപ്പാടെ കഫൻ പൊതിയിടമെന്ന് ചിന്തിക്കാനറിയാത്ത മക്കള്, ഇല്ലെങ്കിൽ ആ പൈസ സമയത്ത് കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കള് മാറുന്നത് പടച്ചോനെ പേടിയില്ലാത്തത് കൊണ്ടാ. അങ്ങനത്തെ കഫൻ തുണി വിരിച്ചു വെച്ചിട്ട് നിന്റെ മോനെ കൊണ്ടുവന്ന്, നിന്റെ വാപ്പായെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിന്റെ ഉമ്മായെ കൊണ്ടുവന്ന്, പെങ്ങളെ കൊണ്ടുവന്ന് ആ കഫൻ തുണിയുടെ മുകളിലേക്ക് അങ്ങ് കിടത്തുമ്പോ പെട്ടെന്ന് തന്നെ പൊതിയാ തുടങ്ങുകയാ. പിന്നെ സമയമില്ലല്ലോ. കണ്ടവരൊക്കെ പെട്ടെന്ന് ഇനി കാണാനുള്ളവര് പെട്ടെന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തങ്ങ് കെട്ടുകയാണ്. തലയുടെ ഭാഗം കെട്ടാൻ പോകുമ്പോ ആ സമയത്ത് റൂഹ് നൊമ്പരത്തോടെ വിളിച്ചു പറയുന്നു, അല്ലയോ ജനങ്ങളെ, എന്റെ കഫം പൊതിയാൻ വന്നവരെ, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തശുദ്ധ കഫന റഅസി, ലാ തശുദ്ധ കഫന റഅസി, എന്റെ തലയുടെ കഫം തുണി നിങ്ങൾ കെട്ടല്ലേ. ഹത്താ അറാ വജ്ഹ അഹ്ലി, എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് അവസാനമായി കണ്ടോട്ടെ, അവരും എന്നെയൊന്ന് അവസാനമായി കണ്ടോട്ടെ. ഈ മുഖം ഇന്ന് കെട്ടിയാൽ ഇനി ജീവിതത്തിൽ എന്റെ മുഖം അവര് കാണൂലല്ലോ. നമ്മുടെ വീട്ടിന്റെ അകത്ത് വെച്ച് എത്ര മയ്യത്തുകളെ നമ്മൾ പൊതിഞ്ഞതാണ്, അവരുടെ മുഖം നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ. ഭർത്താവിന്റെ പൊതിഞ്ഞു, ഭാര്യയുടെ പൊതിഞ്ഞു. 2 ഭാര്യയുണ്ടായിരുന്ന 2 ഭാര്യയും മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ ഞാൻ ഇന്നലെ കണ്ടതാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഖബറുടെ നീ വിശാലമാക്കണേ അല്ലാ. അവസാനമായി
അവസാനമായിട്ട് എന്റെ പ്രിയമുള്ളവരെ ആ മുഖമൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ് നൊമ്പരപ്പെടുകയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മയ്യത്ത് പൊതിയുന്നതിന് മുമ്പ് ചില കാരണവന്മാര് പറയുന്നത്, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ? അവര് വന്ന് അവസാനമായിട്ടൊരു നോക്ക് കണ്ടിട്ടാണ് ആ കഫൻ തുണി അങ്ങോട്ട് മൂടുന്നതെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് ആ വീടിന്റെ അകത്തു നിന്ന് മയ്യത്തെടുക്കുകയാണ്. വസുബഹ മാലൂകൽ മജ്മൂന ഖബാ വഉത്തീല ബഅദകൽ കസറുൽ മസീദു. നിനക്ക് താമസിക്കാൻ വേണ്ടി നീ കെട്ടിവെച്ചിരുന്ന നിന്റെ വീട്, നീ പണിഞ്ഞ നിന്റെ വാതില്, നീ വെച്ചിരുന്ന ചാരുകസേര, നിനക്കും നിന്റെ ഭാര്യക്കും കിടക്കാ, നീ വിശാലമായി നിർമ്മിച്ച AC ഉള്ള ബെഡ്റൂം, അതിന്റെ അകത്ത് നിന്ന് നിന്നെ കൊണ്ടുപോവുകയാണ്. നീ പെരുന്നാളിന് അണിയാ വാങ്ങി വെച്ചിരുന്ന മനോഹരമായ വസ്ത്രം അടുത്ത ആഴ്ചയുടെ കല്യാണത്തിനിട്ട് കൊണ്ടുപോകാം. നീ എടുത്തു വെച്ചിരുന്ന വില കൂടിയ വസ്ത്രം അതെല്ലാം നിന്റെ അലമാരയിൽ നോക്കി പൊട്ടിക്കരയുമ്പോ അവരോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് സന്തൂക്കിലെടുത്ത് വെക്കാ. ആ മയ്യത്തിനെ വീട്ടിന്റെ അകത്ത് നിന്ന് പുറത്തു കൊണ്ടിറങ്ങുകയാ. ഇറങ്ങുന്ന സമയത്താണ് അഞ്ചാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെട്ടുകൊണ്ട് പറയുന്നതെന്തെന്നറിയോ? അല്ലയോ ജനങ്ങളെ, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, എന്നെ ഓർത്തുകൊണ്ട് അവസാനം എന്നെ ചിന്തിച്ചുകൊണ്ട് ആരുടെ നെഞ്ചാണ് ഇടിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ കൊടുത്ത വീടിന്റെ അകത്ത് എന്നെ ഓർത്ത് അവസാനമായി മനസ്സു നോവുന്നവരാരാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ വാതിലിലേക്ക് എവിടെ പോയാലും ആ വാതിലിൽ അവന്റെ ഭാര്യ വന്ന് നിൽക്കുമല്ലോ. ഞാൻ പടവങ്കോട് വാതിന് വരുമ്പോ, വീടിന്റെ ഫ്രണ്ടിലേക്ക് വാഹനം വരുമ്പോ, ആ വാഹനത്തിലേക്ക് കയറാനായി വരുമ്പോ എന്റെ മക്കളും എന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ വാതിലിന്റെ